അലക്സാണ്ടർ പറമ്പിത്തറയുടെ ജീവിതം മാതൃകയാക്കണമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. മുൻ നിയമസഭാ സ്പീക്കറും അധ്യാപകനുമായിരുന്ന അലക്സാണ്ടർ പറമ്പിത്തറയുടെ 125ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതവിശ്വാസത്തെ മറയാക്കി മതതീവ്രവാദം വളർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് തികഞ്ഞ മതവിശ്വാസിയായിരിക്കുമ്പോഴും അങ്ങേയറ്റം മതനിരപേക്ഷത പുലർത്തിയ അലക്സാണ്ടർ പറമ്പിത്തറയെ പോലുള്ള നേതാക്കളുടെ ജീവിതം മാതൃകയാണെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. അലക്സാണ്ടർ പറമ്പിത്തറയെ പോലെ തന്നെ ഡെഡിക്കേറ്റഡായി പൊതുപ്രവർത്തനം നടത്തുന്നവരുണ്ട്. പൊതുപ്രവർത്തനം നടത്തുന്നവരെ ശ്രീ അലക്സാണ്ടർ പറമ്പിത്തറയിലൂടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് പൊതുപ്രവർത്തകന്മാരോട് ഇങ്ങനെയും ചിലർ ജീവിച്ചിരുന്നു ഓർമ്മതാണ്. അദ്ദേഹത്തെ പോലെ പൊതുസമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഉന്നതമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചവരും പൊതു രാഷ്ട്രീയത്തിനകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ നാം സംഘടിപ്പിക്കുന്നത്. മുൻ നിയമസഭാ സ്പീക്കറും അധ്യാപകനുമായിരുന്ന അലക്സാണ്ടർ പറമ്പിത്തറയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അലക്സാണ്ടർ പറമ്പിത്തറ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയുടെ അടിസ്ഥാനമായ ഫെഡറലിസം, സോഷ്യലിസം, മതനിരപേക്ഷത എന്നിവ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തികഞ്ഞ ആദർശവാദിയായി ജീവിച്ച അലക്സാണ്ടർ പറമ്പിത്തറയെ പോലുള്ളവരുടെ ജീവിതം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നത് ഇത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമാണെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു. ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ അലക്സാണ്ടർ സാറ് ജനിച്ചത് കോട്ടപ്പുറം രൂപതയിലെ ഗോതിരത്തി ഇടവകയിലാണ്. 1900 ഫെബ്രുവരി 11 ഗോതിരത്തിലാണ് ജനിച്ചത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഞാനോട് പറയാം. കാരണം ഇപ്പോൾ കോട്ടപ്പുറം രൂപതയുടെ ബിഷപ്പ് എന്ന നിലയിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ KV തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. സാറിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബന്ധ കാണും. അദ്ദേഹത്തിൻ്റെ രൂപയുടെ ഒരു കീശയിൽ പൊന്തയും മറ്റേ കീശയിൽ അന്ന് ഇടവകയിൽ നിന്നും കൊടുക്കുന്ന ശമ്പളം, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് ഇടവകയിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നു. അത് മറ്റേ കീശയിൽ സാധാരണ 10-ാം തീയതി 15-ാം തീയതിയാണ് പൈസ കൊടുക്കുന്നത്. പക്ഷെ സാറിൻ്റെ പൈസ കിട്ടുന്ന ദിവസം പണിക്കാർക്കറിയാം. അവരെല്ലാം നിന്ന് കയ്യിൽ നിന്ന് കിട്ടും. സാറ് എന്നെ നോക്കിയല്ല കൊടുക്കുന്നത്, സാറ് കയ്യിലിട്ടിട്ട് കൊടുക്കും. മാത്രമല്ല സാറ് വളരെ സരസനായിരുന്നു. MP ഹൈബി ഈഡൻ, MLA TJ വിനോദ്, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, ഫൗണ്ടേഷൻ സെക്രട്ടറി VA ജെറോം, ഡേവിഡ് പറമ്പിത്തറ എന്നിവർ സംസാരിച്ചു. 1989 സെയിന്റ് ആൽബർട്ട്സിൽ വെച്ച് എറണാകുളത്തെ പൗരപ്രമുഖരുടെ ഒരു യോഗം അങ്ങ് വിളിച്ചു കൊണ്ടുവരും. പക്ഷെ ആ യോഗത്തിൽ സ്മാരകമുണ്ടാക്കുന്നതിനേക്കാളും പ്രധാനം മാഷിൻ്റെ ചിന്തകളും മാഷിൻ്റെ പ്രവർത്തന രീതികളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അലക്സാണ്ടർ പറമ്പിത്തറ ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ ഇടവന്നിട്ടുള്ളത്. വളരെ കൃത്യമായ അധ്യാപകന്റെ ഒരു റോള് നിർവഹിക്കുന്നത് പോലെ തന്നെ കറകളഞ്ഞ ഒരു പൊതുപ്രവർത്തകനായി എറണാകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, ഒരുപക്ഷെ സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം വേണ്ടി ഈ ടെക്നോളജിയോ ഈ കാലഘട്ടമോ എത്തുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന് വേണ്ടി, തീരദേശ സമൂഹത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ആകാൻ കഴിഞ്ഞ അപൂർവങ്ങളിൽ അപൂർവം നമുക്ക് കാണാൻ കഴിയുന്ന വലിയ സ്വഭാവശുദ്ധിയുള്ള ഒരു പൊതുപ്രവർത്തകൻ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.